IPL 2026 സീസണിലെ പഞ്ചാബ് കിങ്സിൻ്റെ വിജയക്കുതിപ്പിന് തടയിട്ടുകൊണ്ട് രാജസ്ഥാൻ റോയൽസിന് 4 വിക്കറ്റിൻ്റെ ഗംഭീര വിജയം. ഇന്ന് പഞ്ചാബ് നേടിയ 222-4 എന്ന വമ്പൻ സ്കോർ അവസാന ഓവർ രണ്ടാം പന്തിൽ രാജസ്ഥാൻ വെറും 4 വിക്കറ്റ് നഷ്ടത്തിലാണ് മറികടന്നത്. ഒരു ഘട്ടത്തിൽ തോൽവി മുമ്പിൽ കണ്ട രാജസ്ഥാനെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തിലൂടെ വിജയതീരമണിയിച്ച സൗത്ത് ആഫ്രിക്കൻ താരം ഡൊണോവൻ ഫെരേരയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. സീസണിലെ ആദ്യ പരാജയം നേരിട്ടെങ്കിലും 8 മത്സരത്തിൽ നിന്ന് 6 വിജയവും 1 തോൽവിയുമായി 13 പോയിൻറ്റോടെ പഞ്ചാബ് തന്നെയാണ് ടേബിളിൽ ഒന്നാമത്. എന്നാൽ 9 മത്സരത്തിൽ നിന്ന് 6 വിജയവും 3 തോൽവിയുമായി രാജസ്ഥാന് 3-ാം സ്ഥാനത്തേക്ക് ചുവടുവെക്കാൻ ഈ വിജയം സഹായിച്ചു. ഇന്ന് ടോസ് വിജയിച്ച രാജസ്ഥാൻ പഞ്ചാബിനെ ബാറ്റിങ്ങിനയക്കുകയായിരുന്നു. ബർഗറിൻ്റെ രണ്ടാം ഓവറിൽ 3 4-ഉം 1 6-ഉം ഉൾപ്പെടെ 21 റൺസാണ് പ്രിയാൻ ഷാരെ അടിച്ചുകൂട്ടിയത്. എന്നാൽ 3-ാം ഓവറിൽ ആര്യയെ മടക്കി ആർച്ചർ രാജസ്ഥാന് ആദ്യ വിക്കറ്റ് സമ്മാനിച്ചു. തുടർന്ന് ഒത്തുചേർന്ന പ്രഫ്സർമൻ സിംഗ് കൂപ്പർ കൊനോലി സഖ്യം തകർത്തടിച്ചതോടെ പഞ്ചാബിൻ്റെ സ്കോറിംഗ് അതിവേഗത്തിലായി. 9-ാം ഓവറിൽ 30 റൺസ് എടുത്ത കൊനോലിയുടെ വിക്കറ്റ് യശ്രാജ് സ്വന്തമാക്കി. 35 പന്തിൽ നിന്ന് 50 നേടിയ പ്രഫ്സർമൻ ടൂർണമെൻറ്റിൽ 4-ാമതും അർദ്ധ സെഞ്ചുറി നേട്ടം സ്വന്തമാക്കി. പിന്നീട് 14-ാം ഓവറിൽ പ്രഫ്സർമനെ യശ്രാജ് തന്നെ മടക്കി അയച്ചു. 44 പന്തിൽ 6 4-ഉം 1 6-ഉം ഉൾപ്പെടെ 59 റൺസ് നേടിയിരുന്നു. 27 പന്തിൽ നിന്നും 30 റൺസ് മാത്രമെടുത്ത് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ തിരിച്ചു കയറി. 18 ഓവർ കഴിയുമ്പോൾ 181-4 എന്ന നിലയിലായിരുന്ന പഞ്ചാബ് 200 കടക്കുമോ എന്ന ആകാംക്ഷയിലായിരുന്നു ആരാധകർ. എന്നാൽ തുടർന്നുള്ള 2 ഓവറുകളിൽ കത്തിക്കയറിയ സ്റ്റോയിനിസ് വെറും 20 പന്തിൽ നിന്നും 50 നേടിയെടുത്തു. അവസാന ഓവറിൽ 3 4-ഉം 2 6-ഉം ഉൾപ്പെടെ 24 റൺസ് അടിച്ചുകൂട്ടിയ സ്റ്റോയിനിസ് 222-4 എന്ന കൂറ്റൻ സ്കോറാണ് പഞ്ചാബിന് സമ്മാനിച്ചത്. 22 പന്തിൽ 4 4-ഉം 6 6-ഉം ഉൾപ്പെടെ 62 റൺസ് നേടിയ സ്റ്റോയിനിസ് പുറത്താകാതെ നിൽക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച രാജസ്ഥാന് പതിവ് പോലെ സൂര്യവംശി ഉജ്ജ്വല ഷോട്ടുകളുടെ മിന്നും തുടക്കമാണ് നൽകിയത്. 4-ാം ഓവറിൽ സൂര്യവംശി പുറത്താകുമ്പോൾ 16 പന്തിൽ 3 4-ഉം 5 6-ഉം ഉൾപ്പെടെ 43 റൺസ് നേടിയിരുന്നു. തുടർന്ന് ജയ്സ്വാൾ ജുറൈൽ സഖ്യം ഒത്തുചേർന്നതോടെ 9-ാം ഓവറിൽ സ്കോർ 100 കടന്നു. എന്നാൽ 10-ാം ഓവറിൽ ജുറൈലിനെ മടക്കി ചഹൽ 2-ാം രാജസ്ഥാൻ വിക്കറ്റും വീഴ്ത്തി. 26 പന്തിൽ നിന്ന് ജയ്സ്വാൾ 50 നേടിയതിന് പിന്നാലെ ചഹലിൻ്റെ മുമ്പിൽ തന്നെ കീഴടങ്ങി. ക്യാപ്റ്റൻ പരാഗ് 29 റൺസ് നേടി പൊരുതാൻ ശ്രമിച്ചെങ്കിലും ചഹലിൻ്റെ മുമ്പിൽ തന്നെ മുട്ടുമടക്കുകയായിരുന്നു. എന്നാൽ പഞ്ചാബിൻ്റെ വിജയപ്രതീക്ഷകളെ തകർത്തുകൊണ്ട് ഫെരേരെ ദുബൈ സഖ്യം വമ്പൻ അടികളുള്ള മത്സരം രാജസ്ഥാൻ അനുകൂലമാക്കി മാറ്റി. അവസാന 6 ഓവറിൽ 72 റൺസ് ആവശ്യമായിരിക്കെ ഇരുവരും അവിശ്വസനീയമായി ബാറ്റ് വീശിയതോടെ പഞ്ചാബിന് ടൂർണമെൻറ്റിൽ ആദ്യ തോൽവി വഴങ്ങേണ്ടി വന്നു. അവസാന ഓവർ രണ്ടാം പന്തിൽ ജാൻസനെതിരെ സിക്സർ പറത്തി 50 നേടിയാണ് ഫെരേരെ രാജസ്ഥാന് വിജയം സമ്മാനിച്ചത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.